മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനെതിരെ ഇഡി സമൻസ് അയച്ചിരുന്നുവെന്ന വാർത്ത രേഖകൾ സഹിതം ബ്രേക്ക് ചെയ്യപ്പെട്ടത് ഇന്നലെയാണ്. 2023 ഫെബ്രുവരി 14 ഇഡി അയച്ച സമൻസിന്റെ രേഖകൾ സഹിതം പുറത്തുവരികയും ചെയ്തു. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ഒരു ഔദ്യോഗിക പ്രതികരണവും നടത്തിയിട്ടില്ല എന്നത് പോട്ടെ, 2023 ലഭിച്ച സമൻസിനെ കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ പാർട്ടി നേതൃത്വത്തെ പോലും വിഷയം ധരിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത് CPM-നെ വല്ലാത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് മുൻനിര പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓർക്കാപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടിക്കാൻ ഒരു വടി വീണ് കിട്ടിയതിന്റെ സർപ്രൈസിലാണ് പ്രതിപക്ഷവും UDF-ഉം. ഇഡി സമൻസ് മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷം. അതിനിടെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിക്കും മക്കൾക്കുമെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. 2023 ലഭിച്ച സമൻസ് അത് ഇക്കഴിഞ്ഞ 2 വർഷമായിട്ട് മുഖ്യമന്ത്രി മറച്ചുവെച്ചു എന്ന വിവരം പാർട്ടി നേതൃത്വങ്ങൾക്ക് ആകെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. നേതാക്കൾക്കോ കുടുംബത്തിനോ എതിരായ ആരോപണങ്ങൾ ചർച്ചയാകുന്ന ഒരു രീതിയിലും ഈ വിഷയം പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ പോലും അറിയിച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ പ്രതികാരം എന്ന തരത്തിൽ പോലും പാർട്ടിക്ക് ആയുധമാക്കാവുന്ന ഒരു വിഷയം മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്ന സംശയം പാർട്ടിക്കാർക്കടക്കമുണ്ട്, പാർട്ടി നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി അടക്കം ആരും ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പ്രതികരണത്തിനും മുതിർന്നിട്ടില്ല. പാർട്ടി നേതാക്കൾ കത്ത് വഴിയോ യോഗത്തിൽ നേരിട്ടുന്നയിച്ചോ അതുമല്ലെങ്കിൽ ആരോപണ വിധേയൻ സ്വമേധയാ തയ്യാറായോ പാർട്ടിയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കുന്നതാണ് പതിവ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ 2 മക്കളുടെ കാര്യത്തിലും ഈ പതിവ് പാർട്ടിക്കുള്ളിൽ ലംഘിക്കപ്പെട്ടു. മകൾ വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃയോഗങ്ങളിൽ വിശദീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ കരുതലോടെയാണ് നീങ്ങുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി പോലും ഔദ്യോഗികമായി ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തുകാട്ടേണ്ടത്. വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നും ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നുമാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. മന്ത്രി V ശിവൻകുട്ടിയാവട്ടെ പറയാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം എഴുതി വായിച്ചു. മന്ത്രി P രാജീവും സമൻസിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ഇഡിയുടെ സമൻസ് മുഖ്യമന്ത്രിയെ മറച്ചുവെച്ചത് എന്തിനാണ് എന്ന പ്രതിപക്ഷത്തിന്റെ സംശയം വലിയൊരു ചോദ്യചിഹ്നമായി പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മുന്നിലുണ്ട്. രാഷ്ട്രീയ നീക്കമാണ് എങ്കിൽ അത്തരത്തിൽ തന്നെ അത് പ്രതിരോധിച്ചു പോകേണ്ടതല്ലേ എന്ന പ്രതിപക്ഷത്തിന്റെ സംശയം സാധാരണക്കാരന്റെ കൂടി സംശയമാണ്. മകൾ വീണയ്ക്കെതിരെ അന്വേഷണം വന്നപ്പോൾ നിയമസഭയിലും പുറത്തും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അതേപടി അംഗീകരിച്ച് നിലപാടായി പ്രഖ്യാപിക്കുകയാണ് അന്ന് പാർട്ടി ചെയ്തത്. വീണയ്ക്കെതിരായ കണ്ടെത്തൽ 2 കമ്പനികൾ തമ്മിലെ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് എന്ന ന്യായീകരണമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ ചുവട് പിടിച്ച് CPM നടത്തിയത്. എന്നാൽ വിവേകിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. രാഷ്ട്രീയ ഭരണകാര്യങ്ങളിൽ ഇടപെടാത്ത ആളെന്ന് CPM നേതാക്കൾ വിശേഷിപ്പിക്കുന്ന കിരൺ എങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ ക്രമക്കേടിൽ അംഗമായി എന്ന ചോദ്യം സ്വാഭാവികം. ലൈഫ് മിഷൻ ഇടപാടിൽ സംസ്ഥാന സർക്കാരും UAE കോൺസുലേറ്റും പങ്കാളികളാണ്. കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതും. ഇതുകൊണ്ടൊക്കെ തന്നെ വീണയുടെ കേസിൽ കൈകഴുകിയതുപോലെ ഈ കേസിൽ നിന്ന് തലയൂരാനാകില്ല എന്ന് സാരം. അല്ലെങ്കിൽ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒളിഞ്ഞു നിൽക്കുന്ന CPM-നും സർക്കാരിനും ഇരട്ടി പ്രതിസന്ധിയാണ് ഇതുണ്ടാക്കുന്നത്. പ്രതിപക്ഷത്തിനാകട്ടെ ഇത് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു വടിയും. സമൻസ് അയച്ചിട്ട് വിവേക് ഹാജരാകാതിരുന്നതും ഇഡി തുടർ നടപടിയൊന്നും സ്വീകരിക്കാത്തതും വിവേകിനെ ഒഴിവാക്കി കുറ്റപത്രം നൽകിയതിലും ഒത്തുകളി ആരോപിക്കുകയാണ് പ്രതിപക്ഷം. CPM BJP ബാന്ധവത്തിന്റെ ഭാഗമാണ് ഈ ഒത്തുകളി എന്ന പ്രതിപക്ഷ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന എന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ വിമർശനത്തിൽ ഒതുങ്ങി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ വിലാസത്തിലാണ് സമൻസ് ലഭിച്ചത്. എന്നാൽ ക്ലിഫ് ഹൗസിലല്ല വിവേകിന്റെ താമസം. അതുകൊണ്ട് മേൽവിലാസക്കാരൻ ഇല്ലാത്തതിന്റെ പേരിൽ സമൻസ് മടങ്ങിയെങ്കിൽ കേസന്വേഷണം അവസാനിപ്പിക്കാൻ അതൊരു സാധുവായ കാരണമാകുന്നില്ല. ശിവശങ്കർ അറസ്റ്റിലായതോടെ കേസുമായി ബന്ധപ്പെട്ട തെളിവ് ആ വഴിക്ക് കിട്ടിയതിനാൽ വിവേകിനെ ഒഴിവാക്കിയതാവാമെന്നാണ് ഒരു വാദം. പക്ഷേ സമൻസ് ഇപ്പോഴും ED വെബ്സൈറ്റിലുള്ളത് കേസ് ഇല്ലാതായിട്ടില്ല എന്നതിന്റെ സൂചനയാണ് എന്ന് മറ്റൊരു വാദവുമുണ്ട്. ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതും തൃശൂർ പൂരം കലക്കിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP-യെ സഹായിച്ചു എന്നുമുള്ള ആരോപണം ഉയർന്നതെല്ലാം ഈ സംഭവത്തിന് ശേഷമാണ് എന്നത് BJP CPM ബാന്ധവത്തിന് തെളിവാകുന്നുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതിനിടെ മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മറ്റൊരു വെളിപ്പെടുത്തലും വരുന്നുണ്ട്. 2023 തന്നെ വിവേകിന്റെ പങ്കിനെ കുറിച്ച് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നതാണ്.
ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വീണ്ടും ആരോപണവുമായി എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മകനെയും മകളെയും ED ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരുമെന്ന് സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു. പക്ഷേ ED അത് നടപ്പാക്കണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണമെന്നാണ് സ്വപ്ന പറയുന്നത്. അതിന് പിൻബലമായി 2018 നടന്ന UAE കോൺസുൽ ജനറലുമായുള്ള പിണറായി വിജയന്റെ കൂടിക്കാഴ്ചയും സ്വപ്ന ഓർത്തെടുത്ത് പറയുന്നുണ്ട്. അന്ന് അവിടെ വെച്ച് പിണറായി വിജയൻ മകനെ കോൺസുലിന് പരിചയപ്പെടുത്തി മകന് UAEയിൽ ഒരു നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് സ്വപ്ന ആരോപിക്കുന്നത്. ഇതോടെ വിവേക് കിരണിനെതിരായ ED സമൻസും അത് മുഖ്യമന്ത്രി പാർട്ടിയിലടക്കം രഹസ്യമാക്കി വെച്ചതും ചർച്ചയാകുകയാണ്. വിവേക് ഹാജരാകാതിരുന്നിട്ടും EDയുടെ തുടർ നടപടി നിലച്ചതിലും ദുരൂഹത തുടരുകയാണ്. ഇത് CPMനെ വരിഞ്ഞു മുറുക്കും. ഇതിനെ ഏത് രീതിയിൽ നേരിടണമെന്ന കൂലങ്കുഷമായ ചർച്ചയിലാണ് CPM നേതൃത്വം.